ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പോയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെ പരാജയപ്പെടുത്തി. ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2022 ശേഷം ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതും 2 തവണ ലീഡ് എടുത്തു, 1 തവണ ലിവർപൂൾ ഈക്വലൈസ് ചെയ്തു. പക്ഷേ സ്റ്റിൽ ഹാരി മഗ്വയറിൻ്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വന്നു എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പോയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെ പരാജയപ്പെടുത്തി. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അല്ലേ? ഏതായാലും റൂബൻ അമോറിമിൻ്റെ ഫിസിയോളജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് ടാക്ടിക്സ് പലരും എതിരഭിപ്രായം അല്ലെങ്കിൽ അതിനൊരു പ്രീമിയർ ലീഗിൽ ഈ ഒരു ടാക്ടിക്സ് വർക്കാവില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിരുന്നു. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ടു ബി ഫ്രാങ്ക് പറയാലോ, ആ ഒരു 3-4-3 അല്ലെങ്കിൽ 3-4-2-1 എന്നുള്ള ഒരു ടാക്ടിക്സ്. കാരണം ആ ഒരു 2 വിങ്സിനും, അതായത് അമാദിനും പിന്നെ അതുപോലെ തന്നെ ഡോർഗുനും 2 പേർക്കും മുന്നിലോട്ടും കളിക്കാൻ ഡിഫൻസീവ്ലി ഹെൽപ്പ് ചെയ്യും വേണം. അങ്ങനത്തെ ഒരു വേ ഓഫ് ടാക്ടിക്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു റൂബൻ അമോറിമിൻ്റെ ആ ഒരു വേ ഓഫ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. കിഡ്ലനായിട്ട് തന്നെ റൂബൻ അമോറിം കഴിഞ്ഞ മാച്ചിൽ അത് പുറത്തെടുത്തു. ലാസ്റ്റ് ഇപ്പോൾ കോൺസിക്യൂട്ടീവായിട്ട് 2ാമത്തെ മാച്ചാണ് വിജയിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂൾ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. പൊതുവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാജയപ്പെടുത്തി വിടാറാണ് പതിവ്. എസ്പെഷ്യലി മുഹമ്മദ് സലാഹൊക്കെ നമുക്കറിയാം, യുണൈറ്റഡാണ് ഓപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായി ഗോളടിച്ച് തീർക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ വളരെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. അദ്ദേഹത്തിന് ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു, പക്ഷേ അദ്ദേഹം ഗോളാക്കിയില്ല. അത്ര ഓപ്പണൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു കോർണറിൻ്റെ ആ ഒരു റൈറ്റ് എന്നുള്ള ആ ഒരു ഗോളാണ് ആ ഒരു ഷോട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഗോളാക്കിയില്ല. 6.3 ഒക്കെയാണ് സോഫാ സ്കോർ മുഹമ്മദ് സലക്ക് അത് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു മാച്ചിലെ ഒരു അൺലക്കിയസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല, ഗ്യാപ്കോ. മാച്ച് കണ്ടവർക്കറിയാം, 2 ഷോട്ടാണ് വുഡ് വർക്കിൽ തട്ടിപ്പോയത്. അതും കിഡിലൻ 2 ഷോട്ട്. ഓക്കെ, അത് ഒന്നും പറയാനില്ല, 2 കിഡിലൻ ഷോട്ട് പോസ്റ്റുമ തട്ടിപ്പോയി. അത് ലിവർപൂളിൻ്റെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് മൊമെൻ്റ് ആയിരുന്നു. അത് 2 ഗോളായിരുന്നു എന്നുണ്ടെങ്കിൽ മാച്ച് വിജയിക്കാമായിരുന്നു ലിവർപൂളിന്. ഈ ഒരു മാച്ച് ലിവർപൂൾ ഇറക്കി വിട്ട ടീം അവരുടെ ഗോൾ കീപ്പർ മമർ, അലീസണ് പരിക്കായതുകൊണ്ട് തന്നെ മമറിനെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. വെർജിൽ വാൻഡേക്കും കൊണാട്ടയും അവർ 2 പേരും CB, നമ്മുടെ റൈറ്റിൽ കെർക്കസും, റൈറ്റിൽ തന്നെ അല്ലേ കെർക്കസ് അവിടെ അല്ല, ലെഫ്റ്റിൽ കെർക്കസും റൈറ്റിൽ ബ്രാഡ്ലിയും. ഫ്രംപോങ്ങിന് സബ്ബായിട്ടാണ് ഫ്രംപോങ്ങിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെക്കാലിസ്റ്ററും പിന്നെ അതുപോലെ റയാനും 2 പേരും മിഡ്ഫീൽഡിൽ. പിന്നെ ആ ഒരു നമ്പർ 10 റോളിൽ ഷബസ്ലായും, ലെഫ്റ്റിൽ നമ്മുടെ ഗ്യാപ്കോയും, റൈറ്റിൽ സലയും, സ്ട്രൈക്കറായിട്ട് ഇസാക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്രംപോമും വിഡ്സും പുറത്തായിരുന്നു. ഓക്കെ, അവർ 2 പേരും പുറത്തായിരുന്നു. ഹ്യൂഗോ കിത്തിക്കയും പുറത്തായിരുന്നു. പിന്നെ ഇസാക്കിനെ ആയതുകൊണ്ട് തന്നെ ഹ്യൂഗോ കിത്തിക്കയെ പുറത്തായിരുന്നു. പക്ഷേ സബ്ബായിട്ട് ഇവരെയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ ഡിലൈറ്റിൻ്റെ രീതിയിലുള്ള ഒരു ഡിലൈറ്റിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു ഇതും, കാസമീറോയുടെ ലീഡർഷിപ്പിലുള്ള ഒരു മിഡ്ഫീൽഡും, പിന്നെ നമ്മുടെ മാത്യൂസ് കുഞ്ഞയും എംബു അമയും പിന്നെ മാസൺ മൗണ്ടും, അവർ 2 പേരും ആ ഒരു 2-1 എന്നുള്ള രീതിയിൽ അറ്റാക്കും. അങ്ങനെയായിരുന്നു യുണൈറ്റഡ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് റൂബൻ അമോറിം. തുടക്കം തന്നെ അമാദിൻ്റെ ഒരു കിഡിലൻ ട്രിവേല പാസിലൂടെ എംബു അമയെ വിത്തിൻ 1 മിനിറ്റ് കഴിഞ്ഞേക്കാണ് എംബു അമയെ ഒരു ഗോൾ സ്കോർ ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഫീൽഡിൽ അത്ര പെട്ടെന്ന് മുന്നിലെത്തി. ഓക്കെ, അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അവർക്ക് ഇങ്ങനെ ഒരു ഹെഡ് സ്റ്റാർട്ട് എല്ലാ മാച്ചിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണം. ഓക്കെ, എന്നാലേ അവർക്ക് ഒരു മാച്ചിലോട്ടൊന്ന് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. മറ്റേത് തുടക്കം തന്നെ അവർ കുറച്ച് ഗോൾ മേടിക്കും, എന്നിട്ട് പിന്നെ ആകെ മൊഞ്ചി തെറ്റി അങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള ആകെ മെത്തപ്പാടും അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ ഒരു പോസിറ്റീവ് മൈൻഡിലൂടെയാണ് ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിവർപൂളിൻ്റെ അറ്റാക്കുകളുടെ പെരുമഴയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ നമ്മൾ പൊതുവേ പ്രീമിയർ ലീഗിലെ ബിഗ് ഗെയിംസ് എന്ന് പറയുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റിയുള്ള ഗെയിമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അറ്റാക്ക് അങ്ങനെ കിഡിലൻ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിരുന്നു. യുണൈറ്റഡ് ആ ഒരു ഫസ്റ്റ് ഗോൾ അടിച്ച് പിന്നെ കുറച്ചും കൂടി ഒന്ന് ഡിഫെൻസീവിലോട്ട് ഇറങ്ങി. എന്നാലും കുഴപ്പമില്ലാത്ത അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അമാദിലൂടെ ആയാലും മാത്യൂസ് കുഞ്ഞിലൂടെ കഴിഞ്ഞ മാച്ചിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കായിരുന്നു കേട്ടോ. കുറച്ച് ഇൻറ്റൻസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ലിവർപൂളിനായിരുന്നു കുറച്ചും കൂടി ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഗ്യാപ്കോക്ക് ആ ഒരു മിനിറ്റ് ഫസ്റ്റ് ഗോൾ കഴിഞ്ഞൊരു 7ാമത്തെ 8ാമത്തെ മിനിറ്റിലായിട്ട് ആ ഗ്യാപ്കോക്ക് ഒരു ചാൻസ് കിട്ടി. അദ്ദേഹം ഒരു പവർഫുൾ ഷോട്ട് അടിച്ചു. പക്ഷേ റൈറ്റ് പോസ്റ്റുമ്പോൾ തട്ടിയത് പോയി. അവിടെ ഒരു ബാഡ് മൊമെൻ്റ് ആയിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അമാദിൻ്റെ തന്നെ ഒരു കിടിലം ബോളിൽ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ചാൻസ് വെച്ച് കൊടുത്തിരുന്നു. അമാദ് നല്ലൊരു ബോൾ വെച്ച് കൊടുത്തിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. പക്ഷേ അദ്ദേഹം പുറത്ത് കളിച്ചു. ഈ ഒരു 3 സാധനമായിരുന്നു
ഫസ്റ്റ് ഹാഫിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റൻസിറ്റിയിൽ നല്ലപോലെ അറ്റാക്ക് ചെയ്യാനുണ്ടായിരുന്നു. സലക്കൊരു ചാൻസ് കിട്ടിയിരുന്നു, പക്ഷേ സലൊക്കെ പറത്തി വിടുകയാണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്തു, റയാനെ മാറ്റിയിട്ട് ഒരു മിഡ്ഫീൽഡറെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് വന്നു ജോൺസ്. അദ്ദേഹം മിഡ്ഫീൽഡിൽ നല്ലൊരു കൺട്രോളിങ് ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വരവിന് ശേഷം. പിന്നെ വിഡ്സിനെ കൊണ്ടുവരുന്നു, ബ്രാഡ്ലിനെ മാറ്റി ഫ്രംപോങ്ങിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ലിവർപൂൾ ഒന്ന് മാച്ചിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഫ്രംപോങ്ങിനൊക്കെ അവസാനം കേട്ടോ, 85ാമത്തെ മിനിറ്റിലൊക്കെ ആയിട്ട് ഫ്രംപോങ്ങിനെ ഇറക്കിയത്. അപ്പോഴാണ് മറ്റേ വിഡ്സ് ഒരു ബോൾ ചിയസ് കൊടുക്കുന്നു, ചിയസിനെയും കൊണ്ടുവന്നു. വിഡ്സ് ഒരു ബോൾ ചിയസ് കൊടുക്കുന്നു, ചിയസ് നേരെ ഗ്യാപ്കോ കൊടുക്കുന്നു, ഗ്യാപ്കോ അത് ടാപ്പിനിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു സെക്കൻഡ് ഹാഫിൽ. ഓക്കെ, അങ്ങനെ 1-1 ഒരു സ്കോറായിട്ട് മാറുന്നു. അത് ചെറിയൊരു ഇഞ്ചിലാണ് ഓഫ് സൈഡ് ആവാതിരുന്നത്. അതാ മറ്റേ സ്ലോട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സൈഡിൽ നിന്ന്, ചെറിയ ജസ്റ്റ് മിസ്സിലാണ് അത് ഓഫ് സൈഡ് ആവാതിരുന്നത് നെക്സ്റ്റിൽ പിടിക്കുക എന്നുള്ളത്. ഇസാക്കൊക്കെ ഫസ്റ്റ് ഹാഫിൽ എങ്ങാണ്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നു. എല്ലാവരും വിഡ്സിനെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇസാക്കിന് എന്തായാലും പറയാത്തത്. 150 മില്യൺ യൂറോക്ക് കൊടുത്തിട്ടൊക്കെയാണ് ഇസാക്കിനെ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂകാസിലിന് വേണ്ടിയിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് വാശി പിടിച്ചൊക്കെ ലിവർപൂളിലോട്ട് വന്നത്. അപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അലക്സാണ്ടർ ഇസാക്കിന് ലിവർപൂൾ ടീമിൽ എന്നുള്ളത് ഒരു സത്യമാണ്. വിഡ്സിനെ മാത്രം എല്ലാവരും ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഓക്കെ, വിഡ്സ് സംഭവം ശരിയാണ്, കുറച്ച് ഔട്ട് ഓഫ് ഫോമാണ്. പക്ഷേ വിഡ്സ് ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ക്ലാസ്സിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ആ ഒരു ഫസ്റ്റ് ഗോള് ഗ്യാപ്കോൻ്റെ ആ ഒരു ഗോള് വന്നത് ചിയസക്ക് ആ ഒരു കിടിലൻ ബോൾ വെച്ച് കൊടുത്തത് വിഡ്സാണ്. ഓക്കെ, വിഡ്സ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ആ ഒരു ബയൺ ലെവർകൂസനിൽ കളിച്ച രീതിയിലുള്ള ഒരു ക്ലാസ്സിൽ ലിവർപൂളിൽ കളിക്കുന്നുണ്ട് എന്നല്ല. സംഭവം ശരിയാണ്, കുറച്ച് ഔട്ട് ഓഫ് ഫോമാണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹം വിഡ്സ് എന്ന് പറയുന്നത് ഫ്ലോറിയൻ വിഡ്സ് അത്യാവശ്യം ജർമ്മൻ ഇൻ്റർനാഷണൽ അത്യാവശ്യം നല്ല ക്ലാസ്സിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അദ്ദേഹം ആ ഒരു ക്ലാസ്സിലോട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ടു ബി ഫ്രാങ്ക് പറയാലോ, ഇസാക്ക് എന്ത് കഴിഞ്ഞാൽ കാണിച്ചു വിട്ടുന്നത് ആസ് എ സ്ട്രൈക്കർ, ആരൊക്കെ സ്ട്രൈക്കർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ 150 മില്യൺ യൂറോക്കൊക്കെ കൊണ്ടുവന്നത് ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന്. എനിക്ക് ടു ബി ഫ്രാങ്ക് പറയാലോ, കഴിഞ്ഞ മാച്ചിൽ അത്ര ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നതായിട്ട് അലക്സാണ്ടർ ഇസാക്ക് തോന്നിയില്ല. മേ ബി തിരിച്ചു വരുമായിരിക്കും ഇസാക്ക്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തണ്ടർ ന്യൂകാസിൽ യുണൈറ്റഡിൽ ഗോൾ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ട് പവർഫുൾ തണ്ടർ ഗോളുകളാണ് അദ്ദേഹം അടിക്കാറുള്ളത്. ആ ഒരു സാധനം ലിവർപൂളിൽ ഇവിടെ കിട്ടണം. ഓക്കെ, അത്രയും എമൗണ്ട് കൊടുത്തിട്ടുണ്ട് വിഡ്സിനായാലും ഇസാക്കിനായാലും ഹ്യൂഗോ എക്കിത്തിക്കായാലും ഫ്രംപോങ് ആയാലും കെർക്കസ് ആയാലും ഇവർക്ക് നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിൽ, ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ. അപ്പോൾ അവർ അതിൻ്റേതായുള്ള ഒരു ഇത് കാണിച്ചേ പറ്റൂ. അതിൻ്റേതായുള്ള ഒരു ടാക്ടിക്സ്, ആ ഒരു ടീമിലുള്ള ഒരു സിങ്കിങ് സ്ലോട്ട് അവിടെ നിന്ന് കൊടുത്തേ പറ്റൂ. കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണ് ആ ഒരു മെൻറ്റാലിറ്റി ഡിഫറൻറ്റ് ലിവർപൂൾ ടീമിൽ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഈ ഒരു സീസണിലും കൊണ്ടുവരണം. ആ ഒരു സിങ്കിങ് ടൈം എടുക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ തോൽവിയാണ്. അതും നമ്മൾ ലിവർപൂളിനെ മനസ്സിലാക്കണം. ക്രിസ്റ്റൽ പാലസ്, ഗാൽറ്റാസറി, ചെൽസി, ഇതിപ്പോൾ 4ാമത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4ാമത്തെ മാച്ചാണ് കോൺസിക്യൂട്ടീവായിട്ട് പരാജയപ്പെടുന്നത്. 2014 ഇതിന് മുമ്പ് ലിവർപൂൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് 4 മാച്ചസ് പരാജയപ്പെടുന്നത്. സോ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സമയത്തിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗ്യാപ്കോൻ്റെ ആ ഒരു ഗോൾ കഴിഞ്ഞതിന് ശേഷം ലിവർപൂൾ പിന്നെയും ട്രൈ ചെയ്തു. ഗ്യാപ്കോക്ക് അവസാന നിമിഷം ഫ്രംപോങ്ങിൻ്റെ ഒരു കിടിലൻ ക്രോസ് ഉണ്ടായിരുന്നു. ഗ്യാപ്കോക്ക് അത് ഹെഡ് ചെയ്ത് ഈസിയായിട്ട് ഗോളാക്കാമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അകത്തോട്ടിടാൻ ഗ്യാപ്കോക്ക് പറ്റിയില്ല. അദ്ദേഹം പുറത്തോട്ടാണ് അടിച്ചത്. അതിൻ്റെ മുമ്പാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഹാരി മഗ്വയറിൻ്റെ ആ ഒരു ഹെഡ് വരുന്നത്. ഹാരി മഗ്വയർ വന്ന് എ ഹെയ്റ്റഡ് CB ടു എ ലവ്ഡ് CF എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ്. പലപ്പോഴും ഗോള് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിക്കണം അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഹാരി മഗ്വയർ വന്നിട്ടൊക്കെയാണ് ഗോൾ അടിക്കാറുള്ളത്. ഹാരി മഗ്വയറിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഒരു സമയത്ത് ഹാരി മഗ്വയർ എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയെന്നല്ല, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സേ ചേഞ്ച് ചെയ്തു. കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ചിട്ടുണ്ട് ഹാരി മഗ്വയർ. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അദ്ദേഹം ഹാരി മഗ്വയറിൻ്റെ ഒരു ഹെഡറിലൂടെ 200 സ്കോറിന് മുന്നിലെത്തിയ ആ ഒരു ഹെഡർ വിന്നിംഗ് ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഫീൽഡിൽ ലിവർപൂളിനെതിരെ വിജയിച്ചു. അതാണ് ആ ഒരു ഹെഡറിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ എന്തായാലും ലിവർപൂൾ 3ാം സ്ഥാനത്തോട്ട് പിന്തള്ളിയിട്ടുണ്ട്. ബേൺമൗത്തും ലിവർപൂളും സെയിം പോയിന്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് 10 എത്തിയിട്ടുണ്ട്, 9th എത്തിയിട്ടുണ്ട്. അതൊരു നല്ല കാഴ്ച തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. കോൺസിക്യൂട്ടീവായിട്ട് 2ാമത്തെ മാച്ച് വിജയിക്കുന്നു. ഇനി അടുത്ത മാച്ചുകളൊക്കെ വിജയിക്കട്ടെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിവർപൂൾ അല്ല, ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാനുള്ള നല്ല ഫിക്സറാണ്. കാരണം അവർ കർബോ കപ്പിൽ നിന്ന് പോയി, ചാമ്പ്യൻസ് ലീഗിലില്ല. അങ്ങനെ അവർക്ക് കുറച്ച് മാച്ചസേ ഉള്ളൂ, ടൈമുണ്ട്, ഇഞ്ചുറി വരാതെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഫിക്സർ തന്നെയാണ് അവർക്ക് പ്രീമിയർ ലീഗിൽ. ഏതെങ്കിലും അവർ എത്തിപ്പിടിക്കട്ടെ. സോ ഇനി നമുക്ക് അടുത്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.